ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് കണ്ടാലോ? വാ, നമുക്ക് വീഡിയോ കാണാം. മിസ് ചെയ്യല്ലേ, വീഡിയോ അവസാനം വരെ കാണണേ. രാവിലെ മുതലുള്ള വീഡിയോ കണ്ടാലോ? അങ്ങനെ രാവിലെ ഞാൻ കഥക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെളിയിലോട്ട് വന്നപ്പോഴേക്കും ഉമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വെളിച്ചം കയറുന്നത്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി പാലൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് ചായയൊക്കെ തിളപ്പിച്ച് നമുക്ക് ഇന്ന് രാവിലെ ഒരിടത്ത് വരെ പോകണം കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചത് അവൻ പെട്ടെന്നുണ്ടല്ലോ, ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അങ്ങനെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ദോശ ഉണ്ടാക്കാനുള്ള. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് മൈദാ ദോശ ഉണ്ടാക്കുന്നുണ്ട്, കാരണം സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് അതുകൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 2 ദോശ ഉണ്ടാക്കി. അതുപോലെ തന്നെ ചമ്മന്തി മാത്രം അടിച്ചപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഈസി ആയിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ച് ഒരുങ്ങി റെഡിയായി ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി ഇരുന്ന ഉടനെ ഞാൻ എല്ലാവരെയും വീഡിയോ എടുക്കുകയാണ്. ഉമ്മാക്ക് വാപ്പാടെ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വീഡിയോ കോളിൽ വാപ്പായുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഞങ്ങളുടെ മനോഹരമായ യാത്രയാണ് കേട്ടോ. ഓരോ ദിവസം നല്ല മനോഹരമായ യാത്രയാണ്. ഞങ്ങളുടെ തൃക്കുന്നപ്പുഴ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ള ഒരു പ്ലേസ് ആണ്. കണ്ടില്ലേ, സൈഡിലെ വ്യൂ ഒക്കെ കണ്ടല്ലോ, പ്രത്യേക വൈബാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നല്ല മനോഹരമായ ഒരു വൈബും പ്ലേസും ഒക്കെയാണ് കേട്ടോ. നല്ല ഫോട്ടോഷൂട്ട് എടുക്കാനും എല്ലാത്തിനും നല്ല പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നല്ല രസമില്ലേ കാണാന്? അപ്പൊ ഇങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് ബോറടിക്കത്തില്ലേ കാണുന്നവർക്ക്? അങ്ങനെ നേരെ ഞങ്ങൾ എത്തിയത് കായംകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് കേട്ടോ. ഇവള് എൻ്റെ കൂടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇടയ്ക്ക് കാണുന്നതാണ് കേട്ടോ ഇവളെ. അങ്ങനെ കാണാൻ ഇവിടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ വരുന്നത്. അവള് ക്യാമറ പൊത്തുവാണ്, എന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഉമ്മായും കയറി വരുന്നുണ്ട് കേട്ടോ. അവള് കാറിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടോ, കയറി വാന്ന് വിളിക്കാൻ വേണ്ടി പോയത്. അപ്പൊ നമ്മുടെ സ്റ്റാഫും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവനെയും പോയി വിളിച്ചോണ്ട് വന്ന് അവള് പെട്ടെന്ന് 7up ഒക്കെ മേടിച്ചോണ്ട് വന്ന് ഞങ്ങൾക്ക് ഒഴിച്ചു തരുവാണ്. അങ്ങനെ അവരുടെ ഇക്ക അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇക്കായെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്ക പെട്ടെന്ന് വന്നു. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എല്ലാ സാധനവും കൂടെ എടുക്കണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ടേ വന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് കുറച്ചൊക്കെ എടുത്ത് അവള് പറഞ്ഞു ഇതെങ്കിലും കഴിക്കെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു. ബാലൻസ് അവൾ എന്റെ കവറിൽ തന്നു വിടുവാണ്, കിറ്റിനകത്ത്. ഇത് നീ വണ്ടിയിലിരുന്ന് കഴിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഇക്ക ഇൻവിറ്റേഷൻ ഒക്കെ കാർഡൊക്കെ കൊടുത്ത്. ഇത് അവളുടെ ഇളയ മോനാണ്, മൂത്ത മോൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെ വിടുകയാണ് കേട്ടോ. അങ്ങനെ യാത്രയാക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട്, കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. എപ്പോഴും വാട്സപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ ചെയ്യുന്ന, കോളിങ് ചെയ്യുന്നാൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഒരു പ്രത്യേക രസം തന്നെ അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വേറൊരു വീട്ടിൽ വന്നിട്ട് അവിടെ വന്ന് കയറുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ലിബിയാക്കായും നൗഷാദണ്ണനുമാണ്. അവിടെ വന്ന് കയറി. അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തു. മക്കൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അവിടെയും മക്കളൊക്കെ ഉള്ളത് കാരണം എന്റെ മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ കുറെ നേരം ഇരുന്ന് സംസാരിച്ച് അപ്പോഴേക്കും ഞങ്ങൾക്ക് ജ്യൂസ് ഒക്കെ കൊണ്ടു തന്നു. എല്ലാവരും ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയി. അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. മോരുകറി ഉണ്ട്, അതുപോലെ തന്നെ പയറ് തോരന്, കപ്പ വേവിച്ചത്, പിന്നെ തലക്കറി, അങ്ങനെ ഒരുപാട് എന്താ നെയ്മീൻ, എന്താണ് നെയ്മീന്റെ എന്തോ ഒരു കറി ഉണ്ട്, പിന്നെ അതേപോലെ ഫ്രൈ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് എടുത്തത് തലക്കറിയും കപ്പ വേവിച്ചതും നെയ്മീൻ കറിയും ഫ്രൈയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചെടുത്തതിന് ശേഷം പിന്നെ മക്കൾ കഴിക്കാനിരുന്നു. അങ്ങനെ മക്കൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ കുറെ നേരം സംസാരവും TV കാണലൊക്കെ ആയിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോൾ പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിക്കാൻ പോയി. സ്നാക്സും ചായയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും ചിപ്സും അങ്ങനെയൊക്കെ എല്ലാം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലിബിയൊക്കെ ചായയൊക്കെ കൊണ്ടു തരികയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ കിടന്നു. എനിക്ക് വയ്യായിരുന്നു, പനിയായിരുന്നെന്ന് തോന്നി. ഭയങ്കര ഒരു മൂഡ് ഓഫും ബോഡി പെയിൻ ഒക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ അവിടെ കിടക്കുകയായിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന് പോകുന്നത് എവിടോട്ടാന്ന് കാണിച്ചത്. ഇന്ന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം പോകുന്നിടമല്ല ഇതേപോലെ സെറ്റ് സാരി ഉടുത്ത് ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. ദീപമൊക്കെ കത്തിച്ചിട്ട് എന്തോ അമ്പലത്തിൽ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ കയറുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ അവിടെയും കുറെ നേരം ഇരുന്നു. ഇത് ഞങ്ങളുടെ ഉമ്മൈബാത്തയുടെ വീടാണ്. അവിടെ കുറെ നേരം ഇരുന്നിട്ട് കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്ന വഴിക്കെന്ന് വിചാരിച്ചു. ഇക്ക കുറെ നേരം കുഞ്ഞിനെയൊക്കെ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് റിയാസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. എനിക്ക് വയ്യ. അപ്പൊ ഞാൻ അവിടെ പോയി 2, 3 ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ബോഡി പെയിൻ എന്താ അറിയത്തില്ല. പനിയുടെ ലക്ഷണമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്നെല്ലാം ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തതിന് ശേഷം കുറെ ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ. നമുക്കറിയത്തില്ല ഈ ഹോസ്പിറ്റൽ ഏതാണെന്നൊന്നും അറിയില്ല. വഴി ഫസ്റ്റ് കണ്ട ഹോസ്പിറ്റൽ ഏതാണോ അവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ. താങ്ക് യു.